ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദേവിക. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ലെറ്റ് മീ നോ എന്ന് പറഞ്ഞൊരു ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കാണാൻ ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ ഒരു സജഷനായിരുന്നു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ ഈ ബാഗ് എല്ലാ വീഡിയോയിലും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുമോ, വാട്ട്സ് ഇൻ മൈ സോപ്പ് ബാഗ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി കൈക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒരുപാട് മൂമെൻറ്റ്സ് ഉള്ളതും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ വീഡിയോ. സോ ഇതിൽ എനിക്ക് വലിയ ബാഗുകളാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വലിയ ബാഗ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സോക്കിൻ്റെ ഈ ബാഗിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ലാപ്ടോപ്പ്, ചാർജർ, പവർ ബാങ്ക്, അങ്ങനെ അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അതല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് ടിഫിനും വയ്ക്കും. അപ്പം നല്ല ക്വാളിറ്റി ബാഗാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഇതിലെ വർക്ക്സിനും അങ്ങനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 months ആയിട്ടുണ്ടാവും ഞാൻ ഈ ബാഗ് യൂസ് ചെയ്യുന്നത്. സോ എനിക്കിത് ഭയങ്കര നല്ല ബാഗായിട്ടാണ് തോന്നിയത്. എനിക്കിത് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ബാഗിൽ എന്തൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് ആസ് യു നോ ഇതെൻ്റെ ഓഫീസ് ബാഗ് ആയതുകൊണ്ട് ലാപ്ടോപ്പ് ഉണ്ടാവും. ഒന്ന് ലാപ്ടോപ്പ്, പിന്നെ ചാർജർ ഉണ്ട്. ചാർജർ ഞാൻ എടുത്തില്ല. ആക്ച്വലി ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സാധനം ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ലാപ്ടോപ്പും ഒന്ന് ലാപ്ടോപ്പിൻ്റെ ചാർജറും. അങ്ങനെ ചാർജർ ഇതിലില്ല, ലാപ്ടോപ്പ് ഇതാണ് ഇതിലെടുത്ത് വെച്ചത്. ബാക്കിയെല്ലാം അന്ന് ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയതുപോലെ തന്നെ അങ്ങോട്ട് ഉള്ളത്. അപ്പം നെക്സ്റ്റ് പവർ ബാങ്ക്, എൻ്റെ പാഡാണ് കേട്ടോ, സാനിറ്ററി പാഡ്. സോ അത് ഞാൻ ഇങ്ങനെ ഒരു പൗച്ചിലിട്ടിട്ടാണ് കൊണ്ടു നടക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് കുറേ സാധനങ്ങൾ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൗച്ചാകുമ്പം പെട്ടെന്ന് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു പൗച്ച്. പിന്നെ എൻ്റെ ഗ്ലാസ്, എനിക്ക് ചെറിയ പവറുണ്ട്. സ്ക്രീനൊക്കെ നോക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്. പിന്നെ ഇതിന് ആക്ച്വലി 2 കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്, ലാപ്ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കാണുന്നുണ്ടോ, ലാപ്ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും പിന്നെ വേറൊരു കമ്പാർട്ട്മെൻറ്റും. എനിക്ക് ആക്ച്വലി മൈക്കില്ല. മൈക്കിന് നമുക്ക് മേടിക്കണം. എവിടെയും ഒരു പട്ടീൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ ഈ കർട്ടനിട്ടാൽ ലൈറ്റും കുറയും. സോ ഞാൻ വിചാരിച്ചു അവിടെ വെക്കട്ടെ. പിന്നെ എൻ്റെ പേഴ്സിൽ പൈസ ഉണ്ടാവില്ല എന്തായാലും. ഇല്ല, പൈസ ഇല്ല. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, എൻ്റെ കാർഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത്. പിന്നെ ഒരു മാലയുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് UK വന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവൾ എനിക്ക് കൊണ്ടു തന്നൊരു മാലയാണ് കേട്ടോ ഇത്. എനിക്ക് കൈ മാറിയാലേ എനിക്കിതിടാൻ പറ്റുള്ളൂ. അപ്പം അത് കയ്യിൽ പൊട്ടിക്കാന്ന് വെച്ചതാണ്. അപ്പം അന്ന് കാലിക്കറ്റ് പോകുമ്പം ഈ ബാഗ് അങ്ങനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവൾ തന്ന സാധനങ്ങൾ, ഈ മാല മാത്രം ഞാൻ ബാഗിലിട്ടു. ആൻഡ് യെസ്, ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. താങ്ക് യു. പിന്നെ അവൾ അന്ന് തന്ന ഒരു ക്യാൻഡിൽ കേട്ടോ, അത് ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ക്ലച്ചസ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കുട്ടി ക്ലച്ചസ് ഉണ്ട്. പിന്നെ ഒരു വാച്ചുണ്ട്. വാച്ച് ആക്ച്വലി ഞാൻ അതിൻ്റെ അടുത്ത് ഇടാറുണ്ട്. എക്സ്ട്രാ വാച്ച് അതിൻ്റെ കൂടെ തന്നെ കൈക്ക് ഇങ്ങനെ പറ്റിയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ബാഗിൽ ഇട്ടു. പിന്നെ ഒരു കമ്മലുണ്ട് കേട്ടോ. ഇതെനിക്ക് നക്ഷത്ര ബൈ റിയ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് അയച്ചു തന്ന കമ്മലുകളാണ് കേട്ടോ. കുറേ കമ്മലുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ ഈ ബ്ലാക്ക് കമ്മൽ. ഇത് ഞാനൊരു സാരീൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു കമ്മലുണ്ട്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്. ഇത് ബാഗിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് മാസിൻ്റെ ലിപ് ക്രയോണാണ്. ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ 10. കിഡിലും ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം.
ഒരു പൗച്ചുണ്ട് കേട്ടോ. ഇതെൻ്റെ എസെൻഷ്യൽ സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകുന്ന പൗച്ചാണ് ഞാൻ. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫീസിൽ നല്ല ഈ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. അതിൽ ഈ ഒരു നിവ്യ അല്ല, ടെഡ് ബേക്കർ ലണ്ടൻ എന്ന് പറഞ്ഞ ഒരു ബോഡി സ്പ്രേ ആണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ കസിൻ ചേച്ചി കൊണ്ട് തന്നതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടാവും. പിന്നെ പൊട്ട്. എനിക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ പൊട്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചെറിയ പൊട്ടാ തുറന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പൊട്ടും കയ്യിൽ കൊണ്ട് നടക്കും കേട്ടോ. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്, നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ഈ ഒരു ശില്പേൻ്റെ ബ്ലാക്ക് പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ അമ്മയാണ് ഇത് തൊട്ട് പഠിപ്പിച്ചത്. പിന്നെ എനിക്കിതില്ലാണ്ട് പറ്റില്ല. അത് ചെറിയ സൈസിൽ കാണുമ്പോൾ ഉണ്ടാവില്ല, എനിക്ക് പൊട്ട് തൊട്ടിട്ടുണ്ട്. പിന്നെ ഒരു മസ്കാര, പിന്നെ ഒരു ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആട്ടോ. വേറെ ഞാൻ ഇപ്പോൾ ഇട്ട ഷെയ്ഡാണ്, മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു ഐലൈനർ, പിന്നെ ഒരു ലിപ്പ് ലൈനർ. ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ വാച്ച്. എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ 2 വാച്ച് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ രണ്ടും, ഒരെണ്ണം കാസിയോൻ്റെയും ഒരെണ്ണം ഗസ്സിൻ്റെയും വാച്ചാട്ടോ. വീണ്ടും ഒരു ക്ലച്ചസ്. പിന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് മൈ ഹ്യൂസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്, ഹോട്ട് ടോപ്പിക്. ഇത് മാസിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാട്ടോ. ഇത് കിഡിലെ ഷെയ്ഡ്, ഒരു രക്ഷയില്ല. ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിഡിലെ ഷെയ്ഡ്, രക്ഷയില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്ലഷ്. ആക്ച്വലി ഞാൻ ബ്ലഷ് ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുക ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടുണ്ട് വരുണ എന്ന് പറഞ്ഞിട്ട്, അവളാണ് ഈ ബ്ലഷ് എനിക്ക് തന്നത് കേട്ടോ. ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം ചുമ്മാ തന്ന കേട്ടോ. നീ വെച്ചോ, നീ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാൻ തോന്നുമ്പോൾ യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് തന്ന കേട്ടോ. പക്ഷെ അന്ന് അവൾ തന്നപ്പോൾ തൊട്ടിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്ന നിർത്തിയിട്ടില്ല. ഇവിടെ കൊണ്ടുപോകും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ക്രീം ടിൻ്റാണ് കേട്ടോ ഇത്. ഈ ഒരു ബ്ലഷ് കിഡിലും ബ്ലഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ക്രീം ടിൻ്റാണ് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് സിനമൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലിപ് ബാം. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഡെർമാക്കോൻ്റെ SPF ലിപ് ബാമാണ്. ഇത്ര ലുക്കിലുണ്ട്. ഇത് ഞാൻ സുഡിയോന്ന് വാങ്ങിയ ഒരു പൗച്ചാട്ടോ. യെസ്, ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇതിലിനി മിസ് ഔട്ട് ആയിട്ടുള്ളത് ചിലപ്പോൾ മെഡിസിൻ ഉണ്ടാവുമായിരിക്കും, ചോക്ലേറ്റ് ഉണ്ടാവുമായിരിക്കും. ഈ 2 സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം ഇത്രയേ ഉള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഈ ഒരു സഞ്ചിയിലുള്ളത് ഇത്രയേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓഫീസ് ബാഗിലുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു സോക്കിൻ്റെ ബാഗിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. സോ ഐ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമറ ഇങ്ങനെ നോക്കി ഫേസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ഈ വീഡിയോന്. അതേപോലെ എൻ്റെ കയ്യിൽ മൈക്കില്ല, അപ്പോൾ എനിക്ക് സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും ഈ വീഡിയോന്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ എല്ലാ മിസ്റ്റേക്സും നികത്തിയിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൈക്ക് നമുക്ക് സെറ്റാക്കണം. അപ്പം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ ഐ ഹോപ്പ് യു ഓൾ ലവ്ഡ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ്.